ആധാരത്തിൽ ക്രമക്കേട് നടത്തി പട്ടികജാതി കുടുംബത്തിന്റെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. ചിറയൻകീഴ് സ്വദേശിനി കൃഷ്ണവാണിയുടെ പരാതിയിലാണ് നടപടി. പ്രാഥമിക അന്വേഷണം നടത്തിയ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി തുടരന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നു. ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമം റിപ്പോർട്ടർ പുറത്തുകൊണ്ടുവന്നതിനെ തുടർന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് അന്വേഷണത്തിന് നിർദ്ദേശിച്ചത്. ചിറയൻകീഴ് സ്വദേശിനി പ്രശോഭനയും മകൾ കൃഷ്ണവാണിയും വിലയ്ക്ക് വാങ്ങിയ 6 സെന്റ് സ്ഥലത്തിന്റെ ആധാരങ്ങളിൽ ക്രമക്കേട് കാട്ടി സ്ഥലം സ്വന്തമാക്കാൻ ശ്രമം നടത്തിയ വിവരം മുൻപ് റിപ്പോർട്ടാണ് പുറത്തുകൊണ്ടുവന്നത്. തുടർന്ന് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അനിൽകുമാർ നടത്തിയ അന്വേഷണത്തിൽ വിലയാധാരം രജിസ്റ്റർ ചെയ്തതു മുതൽ പോക്കുവരവ് നടത്തിയതിൽ വരെ ഗുരുതരമായ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിരുന്നു. ഇതേ ആധാരമെടുത്തുകാരൻ തയ്യാറാക്കിയ പല ആധാരങ്ങളിലും ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് പിഴയാധാരങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായും അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ചിറയൻകീഴ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് തുടരന്വേഷണം നടത്തണമെന്നും ശുപാർശ ചെയ്തതിനെ തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത്. ഇതിനിടെ കൃഷ്ണവാണിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസും സംഭവം അന്വേഷിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകി. ഭൂമി വാങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞെന്നിരിക്കെ എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിക്കാരിയുടെ ആവശ്യം. വീട്, കറണ്ട്, വെള്ളം ഇതൊന്നും നമുക്ക് പറ്റുന്നില്ല. ഇപ്പോഴെവിടെയെങ്കിലും ചെയ്യുമ്പോൾ പുറമ്പോക്ക് വസ്തു അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യത്തിന് നമ്മൾ ചെല്ലുമ്പോൾ 5 വർഷമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറകെ നടക്കണം. എത്രയും പെട്ടെന്ന് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ച് ഞങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്നാണ് പറയാനുള്ളത്. ഈ സ്ഥലം ആറ്റുതീരത്തായതിനാൽ ഇവിടെ വീട് വയ്ക്കുന്നതിന് നിയന്ത്രണമുള്ളതും ഈ നിർധന കുടുംബത്തെ വലയ്ക്കുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.